എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-180-1551. ഇത് ആരുടെ നമ്പറായേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ? തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം? 10 മാറ്റു സത്യം. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-180-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. കിസാൻ വാണിയിൽ ഇന്നാദ്യം കാലാമ്പൂരിലാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. ഫലവൃക്ഷങ്ങളായ ലൂബി, ചാമ്പ, മാവ്, പ്ലാവ്, പേര, അമ്പഴം, പ്ലം, നെല്ലി, പൂവിട്ട് നിൽക്കുന്ന മണിമുല്ല, ബ്രൊക്കേഡ് മുല്ല, താമര, ചെത്തി, അടീനിയം, വിവിധ ഇനം ഓർക്കിഡുകൾ, വൈവിധ്യമാർന്ന ഇലച്ചെടികൾ, പച്ചക്കറികൾ, വളർത്തുമൃഗങ്ങൾ, ഇതിനെല്ലാം നടുവിൽ നിറസന്തോഷങ്ങളുടെ പ്രതിധ്വനികൾ അലയടിക്കുന്ന മനോഹരമായൊരു വീട്. ഇതാണ് കാലാമ്പൂരിലെ ജേക്കബിന്റെ സ്വർഗരാജ്യം. തിരക്കേറിയ മൂവാറ്റുപുഴ പോത്താനിക്കാട് റോഡ് വഴി യാത്ര ചെയ്യുന്നവരിൽ പലരും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ അത്ഭുത വീട് കണ്ടിട്ടുണ്ടാകും. വഴിയിലേക്ക് ചാഞ്ഞ് കയ്യെത്തും ദൂരത്തിൽ കായ്ച്ചു കിടക്കുന്ന അമ്പഴങ്ങയും പേരക്കയുമെല്ലാം ആവശ്യക്കാർ കൊണ്ടുപോകുന്നതും ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. പൂത്തും കായ്ച്ചും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടികളുടെയും മരങ്ങളുടെയും ഉള്ളിലൂടെ ആദ്യമായി ഇവിടേക്ക് വരുന്നവർ ഇവയ്ക്കിടയിലുള്ള വീട് കണ്ടുപിടിക്കാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. ചട്ടികളേക്കാൾ കൂടുതൽ അടുക്കളയിലെ ഉപയോഗശൂന്യമായ പാത്രങ്ങളും ബക്കറ്റുകളും കുട്ടികളെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ ബാത്ത് ടബുകൾ, ഡ്രമ്മുകൾ എന്നിവയെല്ലാം പെയിന്റ് ചെയ്ത് അവയിൽ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് മനോഹരമായി ഒരുക്കി വച്ചിരിക്കുകയാണിവിടെ. മൂവാറ്റുപുഴ കാലാമ്പൂരിലുള്ള ജേക്കബ് PAയുടെ കൃഷി അനുഭവങ്ങൾ ഇനി നമുക്ക് കേൾക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇവിടെ ഏതൊക്കെ തരം ചെടികളാണ് ഉള്ളത് എന്നൊന്ന് പറയാൻ പറ്റുമോ? മാവുണ്ട്, പ്ലാവുണ്ട്, പേരയ്ക്കയുണ്ട്, അമ്പഴം, നെല്ലി, കാന്താരി, ഉണ്ടക്കാന്താരി, ചെറുകാന്താരി. അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അത്രയും മരങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ മരങ്ങളുടെ ഒന്നും ആ ടാഗുകൾ അഴിച്ചു കളഞ്ഞിട്ടില്ല, അതൊക്കെ അതിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ചെടികളുടെയും വൈവിധ്യം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. എല്ലാ തരത്തിലുള്ള ചെടികളും, അത് ഫലവൃക്ഷങ്ങളാവട്ടെ, ഇലച്ചെടികളാവട്ടെ, പൂച്ചെടികളാവട്ടെ, അങ്ങനെ പല തരത്തിലുള്ള ചെടികൾ ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ചെടികളിരിക്കുന്ന പാത്രങ്ങളും ഏറെ വൈവിധ്യം നിറഞ്ഞവയാണ്. ഇപ്പം ഇവിടെ ഒരു ഇലച്ചെടി ഇരിക്കുന്നത്, ഇത് എന്താണ്? അത് തേക്കും കൊണ്ട് ഉണ്ടാക്കിയ ഒരു റൗണ്ടാണ്. ഇത് പറയാണ്, നിറവറ. ഈ പഴയ കാലത്ത് നെല്ല് അളക്കാനുള്ള പറയാണ് ഇരിക്കുന്നത്.
എല്ലാം പെയിന്റ് ഒക്കെ അടിച്ച് അത് പെയിന്റൊക്കെ അടിച്ച് അത് നമ്മൾ തന്നെ പെയിന്റിങ് നമ്മൾ തന്നെ ചെയ്യും. വെറുതെ ഇരിക്കുമ്പോൾ രസം. അത് ശരി. എല്ലാ ചട്ടികളിലും പെയിന്റ് ഒക്കെ പെയിന്റ് ഉണ്ട്, പല മോഡലിലാണ് വെക്കും. അത് എല്ലാ കൊല്ലം മാറി മാറി ചെയ്യും അത്. അത് ശരി, അത് ശരി. മാവ് നട്ടിരിക്കുന്നതും ഇതുപോലൊരു ഡ്രമ്മിനകത്താണ്. അതെ അതെ, അത് 200 ലിറ്ററിന്റെ ഡ്രമ്മിലാണ് നട്ടെ. ഇത് കൊണ്ടുവന്ന് മുറിച്ച് അത് കൊണ്ടുവന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അത് തുളയിട്ട് കഴിഞ്ഞിട്ട് ചാണാനും ഈ കോഴിക്കാഷ്ടവും ഉണ്ട് ഇവിടെ. ചാണാനും കോഴിക്കാഷ്ടവും ആട്ടുംകാട്ടവും കൂടെ മിക്സ് ചെയ്ത് മണ്ണും മിക്സ് ചെയ്താണ് നട്ടേക്കണത്. ഇതൊക്കെ കായ്ച്ചിട്ടുണ്ടോ മാവൊക്കെ? ഇത് കാച്ചിട്ടുണ്ട്. ഇതെന്തായിരുന്നു ഈ ചെടി ഇരിക്കുന്നത്? അത് ഈ പിള്ളേരെ കുളിപ്പിക്കുന്ന പാത്രം. അത് ഓ, അതിനകത്ത് അതേ മണ്ണ് നിറച്ച് ചെടി വെച്ചു എന്നുള്ളൂ. പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചു എന്നുള്ളൂ. അതൊക്കെ വേസ്റ്റ് ഉള്ള സാധനമല്ല. അല്ല, നമുക്ക് സാധാരണ ഇപ്പൊ ചട്ടികൾ മേടിച്ച് അതിനുവേണ്ടി പൈസ ചെലവാക്കി ചെയ്യാം. അത് ചട്ടികൾ വാങ്ങിക്കും. ഇവിടുത്തെ വേസ്റ്റ് ചട്ടികളൊക്കെ എടുക്കും. അതിലെ ഇവർക്കിടെ അലുമിനിയം പാത്രമൊക്കെ പയ്യെ കേടായി കഴിഞ്ഞാൽ തുളച്ച് അതെടുക്കും. എല്ലാ ചെടികളും മരങ്ങളൊക്കെ നല്ല കരുത്തോടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു താമരയൊക്കെ വെച്ചിരിക്കുന്നത്. അതെ അതെ, അത് ഇവിടുത്തെ ഈ വലിയ അലുമിനിയം പാത്രം. അത് തുള വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ സ്വന്തം അടച്ച്. അതിന്റെ അടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്താണ്? സ്റ്റാൻഡ് ഈ വണ്ടിയുടെ സീറ്റിന്റെ അടിയിലത്തെ ഇതോടെ വേസ്റ്റ് ആയിട്ട് കിടന്നത് അത് വെച്ച് അതിന്റെ മുകളിലാണ് വെച്ചേക്കണേ. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ പന ഉണ്ട്. ഇവിടെ പനകൾ നിൽക്കുന്നുണ്ട്. റെഡ് പാം, ഈന്തപ്പന, അങ്ങനെയുള്ള പനകളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പനകളൊക്കെ എത്ര വർഷമായതാ? അതൊരു 10-15 വർഷമായതാ പനകളൊക്കെ. നെല്ലി ഉണ്ട് ഇവിടെ. നെല്ലി പല ടൈപ്പ് ഉണ്ട്. ഇതിനൊക്കെ എന്ത് വളം ആണ്? ഞാൻ ഈ പറഞ്ഞ കണക്ക് ആട്ടുംകാട്ടം ഉണ്ട്, കോഴിവളം, മറ്റേ ചാണാനൊക്കെ കൂടി മിക്സ് ചെയ്ത് മണ്ണും ചേർത്ത് പിന്നെ ചകിരിച്ചോറും ചേർത്താണ്. അത് 2-3 ദിവസത്തുമ്പോൾ നനയ്ക്കും. അതുള്ളൂ. ശരിക്കും ഈ ഇങ്ങനെ ഒരു പൂന്തോട്ടം ഇതിന്റെ പണി എത്ര വർഷം മുമ്പേ തുടങ്ങി? ഇത് കെട്ടിടം പണിത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മെയിനായിട്ട് തുടങ്ങാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡാണ്. പൊടിയൊന്നും അടിക്കാതിരിക്കാനാണ് മെയിനായിട്ട് തുടങ്ങിയത്. അതാണ്. അതുകൊണ്ട് പൊടിയുടെ ശല്യമില്ല. അത് ശരിയാ. ഇതുപോലെ കാട് പിടിച്ച് കഴിഞ്ഞാൽ പൊടി വരുമല്ലോ. അതാണ് മെയിൻ. അതുകൊണ്ട് പിന്നെ ചെടിയുടെ ക്വാളിറ്റി നല്ല ഐറ്റാ വെക്കുകയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ചെയ്യണതിനും പിന്നെ നനയ്ക്കണതിനൊന്നും ചെറിയ വില കുറഞ്ഞ ചെടിയാണെങ്കിലും അത് തന്നെയല്ലേ വരുള്ളൂ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ 2 ആൺപിള്ളേര്, അതിന്റെ വൈഫ്, 2 പിള്ളേര്, ഒരാണും കൊച്ചും പെൺകൊച്ചും. അത് ശരി. അപ്പൊ ഇവരൊക്കെ ഇതിനൊക്കെ സഹായിക്കൂ? അവര് വെള്ളം, ഞാൻ അവിടെ ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണ ഇവരല്ലേ. ഇതെന്തിനാണ് ഇങ്ങനെ ഈ കുപ്പി വെച്ചിരിക്കുന്നത് ഇതിന്റെ അടിയിൽ? അത് ഈ ഇവിടുത്തെ കൊച്ചു പയ്യൻ, അവന്റെ ചെടിയത്. അപ്പൊ അത് കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടേ. ഈ അഗ്ലോണിമ വെച്ചിരിക്കുന്നത് എന്തിലാണ്? അത് വെച്ചുകൊണ്ട് സ്റ്റാൻഡിലാണ്. ചൂരലും കൊണ്ട് ഇതൊരു ഇതിലാണ്. അതിന്റെ മുകളിൽ ആണ് വെച്ചേക്കണത്. അതൊരു 4 കൊല്ലത്തെ വളർച്ചയുണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് ടയറൊക്കെ വെച്ച് ഒരു പെയിന്റ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി ഇരിക്കാനായിട്ട് സൗകര്യപ്രദമായ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അമ്പഴം നിറയെ കായ്ച്ച് വളരെ ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പം പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഇത് ഗർഭിണികളൊന്നും കൊണ്ടാറുണ്ട്, ഫ്രീ ആയിട്ട് കൊടുത്തുള്ളൂ. അതൊരു രസം. അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് എടുക്കണില്ല, ഒരു കാഴ്ചക്ക് ഇട്ടേക്കുവാന്നുള്ളൂ. അത് ശരി. വെള്ളം ഒഴുകി പോകാനുള്ള പാത്തിയിൽ വരെ ചെടികൾ വെള്ളം പാത്തിയിലെ ചെടി തന്നെയായിരിക്കും. ഈ ചെടികളോട് ഇഷ്ടം വന്നത് ഇങ്ങനെ ഈ ഒരു നമ്മൾ ഇവിടെ വന്ന് താമസം തുടങ്ങി കഴിയുമ്പോൾ ചെടിയോട് ഭയങ്കര കമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോശപ്പെട്ട ചെടികൾ കളയും, ഇത് മാറി വാങ്ങിക്കും. പിന്നെ കൂടുതൽ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് പിടിക്കുന്ന അത് തന്നെ കൂടുതൽ വയ്ക്കും. ചേട്ടൻ ഇതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്? എനിക്ക് ഗവൺമെന്റ് കോൺട്രാക്ട് വർക്കാണ്. മറയൂര 10-40 അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിവിടെ വരുമ്പോൾ ഇങ്ങനെയാണ്. വരുമ്പോൾ ഒരു ടൈം പാസിങ് വേണ്ടേ, അല്ലാണ്ട് പിന്നെ റോഡിലേക്ക് മുറ്റി ഇറങ്ങി പോണ പരിപാടിയില്ല, കറങ്ങാൻ പോണ പരിപാടി ഒന്നും. അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഇവിടെ ഉണ്ട്. കറിവേപ്പ്, മുളക്, കുമ്പളങ്ങ, വാഴ, കപ്പളങ്ങ, കുരുമുളക്. ഒരു ദിവസം എത്ര സമയം ഈ പൂന്തോട്ടത്തിൽ ചെലവഴിക്കാറുണ്ട്? അതെന്ന് വെച്ചാൽ മിക്കവാറും സമയം അവിടെ തന്നെയാണ്. രാവിലെയും വൈകിട്ടും. അതിനകത്ത് കസേര ഇട്ടേക്കുമല്ലേ, കാറ്റുണ്ടല്ലോ, അവിടെ പോയിരിക്കുള്ളൂ. ഇവിടെ ഒരു ഡ്രമ്മില് നെല്ലി വെച്ചിട്ടുണ്ട്. ഈ നെല്ലി എത്ര വർഷമായതാ? അതൊരു 3 വർഷമായി. അതില് കായൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആയിട്ടില്ല, ബഡ്ഡിങ്ങാ, ഇതുവരെ കാച്ചിട്ടില്ല. താമരയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? താമര പൂ ഉണ്ടായിരുന്നു. എന്ത് കളറാണ് ഉണ്ടായത്? അത് പിങ്ക് കളറായിരുന്നു. ചെടികൾ മാത്രമല്ല, ഇവിടെ ചില പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുറച്ച് കോഴികളാണ്. ഏതൊക്കെ തരത്തിലുള്ള കോഴികളാണ്? അതിനകത്ത് നാടൻ കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, പോരുകോഴിയുണ്ട്, തലശ്ശേരി കോഴിയുണ്ട്,
കുറുങ്കാലിയുണ്ട്, എല്ലാവരും ഉണ്ട്, 1-2 വെച്ച്. ഒരു അതൊക്കെ എങ്ങനെയാണ് എവിടെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കണേ, ഇടയ്ക്ക് വാങ്ങിക്കണേ. ഇവിടെ ഉണ്ടാകുന്നില്ല, വാങ്ങിച്ച ഇവിടെ കൂട്ടിന്ന് ഇറക്കാറില്ല. പോരുകോഴീനൊക്കെ സാധാരണ നമ്മൾ ആരും ഇങ്ങനെ വീട്ടില് അല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പണ്ട് മുതലേ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട കിട്ടും. അതുപോലെ ഈ ചെടികളൊക്കെ എവിടെ നിന്നാണ് എപ്പോഴും മേടിക്കുന്നത്? അത് പിന്നോട്ടൊന്നും ഇല്ല. കോട്ടയം നിന്ന് കിട്ടുവാണെങ്കിൽ കോട്ടയം, എറണാകുളത്ത് നിന്നാണെങ്കിൽ എറണാകുളം, മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിൽ കോതമംഗലത്ത് നിന്നാണെങ്കിൽ കോതമംഗലം. വണ്ടിയെ പോകുമ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത വാങ്ങിക്കും, അല്ലെങ്കിൽ പിള്ളേർ വാങ്ങിക്കും, അവരും വാങ്ങിച്ചൊക്കെ വാങ്ങിക്കുള്ളൂ. മൈസൂരിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് പിടിക്കില്ലായിരുന്നു, പിന്നെ ഒരെണ്ണം പിടിച്ചു. അപ്പോൾ ഇവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും ജേക്കബ് ചേട്ടന്റെ ഇങ്ങനെയുള്ള ഈ ഒരു ചെടികളോടുള്ള ഈ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാനുമായിട്ട് അദ്ദേഹത്തിന്റെ മരുമകളായ ലിൻഡ കൂടെ ഉണ്ട്. നമുക്ക് ലിൻഡയോട് ഈ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പം പപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലും അമ്മമാരായിരിക്കും കൂടുതലും ഇതിലേക്കൊക്കെ ഇറങ്ങി വരിക. അപ്പോൾ പപ്പ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാവരോടും പറയാനും ഭയങ്കര താല്പര്യമാണ്. പിന്നെ നമുക്ക് ഇപ്പം ഞാനാണെങ്കിലും കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു 10 കൊല്ലം ആവുന്നുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളൂ. അപ്പോൾ അവരിങ്ങനെ പറയുന്ന കേൾക്കാം. ഇങ്ങനെ മറയൂരായിരുന്നു കോൺട്രാക്ട് വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ പപ്പ എന്താ പറയുക, തിങ്കളാഴ്ച രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലാണ് വരിക. അപ്പോൾ അന്നേരം ആ സമയങ്ങളിലെല്ലാം ചെടിയെ സംരക്ഷിക്കുന്നതും വെള്ളമൊഴിച്ച് നോക്കുന്നതെല്ലാം മമ്മി തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും നാൾ പരിപാലിച്ച് കൊണ്ടുവന്നത് മമ്മിക്ക് അതിലൊരു പങ്കുണ്ട്. പിന്നെ ഇപ്പോൾ പപ്പ കുറച്ച് നാളായിട്ട് വർക്കിനൊന്നും പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കാനും കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ നമുക്ക് തോന്നും ഇതിലിപ്പോൾ എന്താ ഇതിന് മാത്രം ചെയ്യാനുള്ളേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ പപ്പ ഫുൾ ടൈം അതിൽ തന്നെയാണ്. പപ്പയ്ക്ക് അതിലാണ് കൂടുതൽ സന്തോഷം. വെറുതെ വന്ന് ഇരിക്കുമ്പോൾ പപ്പ പറയുന്നത് നടുവേദന എടുക്കുകയാണ്, ഭയങ്കര ക്ഷീണമാണ് എന്നാണ്. പക്ഷെ അതിൽ പോയി ഇരിക്കുമ്പോൾ ഇപ്പം പപ്പ ചിലപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ചട്ടി കുറച്ച് കഴിയുമ്പോൾ പുറകിലേക്ക് മാറ്റി വയ്ക്കും. ആ പുറകിലിരിക്കുന്ന ഫ്രണ്ടിൽ. അപ്പം നമുക്ക് കൂടുതൽ അറിയില്ല. അപ്പം നമ്മൾ ചോദിക്കും പുതിയ ചെടി വാങ്ങിച്ചോ എന്ന് ചോദിക്കും. ആ ഒരവസ്ഥയാണ്. അപ്പം ഞങ്ങൾ കൂടുതൽ അങ്ങനെ ഇടപെടാറില്ല. പപ്പ തന്നെയാണ് അതിൻ്റെ മെയിൻ ആൾ. പപ്പയ്ക്ക് ചെടികളൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ടോ നിങ്ങൾ? തീർച്ചയായും. ഇപ്പം നമുക്ക് ഇപ്പം ഈ പരിസരത്തൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാം ഒരേപോലത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. തമിഴ്നാട് വഴി അങ്ങനെയൊക്കെ കറങ്ങി നടക്കാറുണ്ട്. അപ്പോൾ പോകുന്ന വഴി ചെടി ആകുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് തോന്നുമ്പോൾ ആദ്യം ചെടി തന്നെയാണ് മനസ്സിലേക്ക് വരിക. ഏതൊക്കെ ചെടികൾ ഇവിടെ ഉള്ളതെന്നൊന്ന് പറയാമോ? ഇവിടെ കൂടുതലും വെച്ചാൽ പപ്പയ്ക്ക് പൂ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഇലച്ചെടികളോടാണ് താല്പര്യം. അപ്പോൾ ഇല വലിയ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പൂക്കൾ വളരെ കുറവായിരിക്കും. അപ്പോൾ പച്ചപ്പാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ വലിയ ഇലകളുള്ള ചെടികളോടൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വാങ്ങിക്കുക. ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് തന്നെ കൂടുതൽ വെറൈറ്റീസ്, പിന്നെ ആൽഗോണിയംസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ആമ്പൽ, താമര അങ്ങനത്തെ. പിന്നെ ഇത് പറഞ്ഞ പോലെ ഈ പച്ചക്കറീനേക്കാളും പഴവർഗ്ഗങ്ങളോടാണ് താല്പര്യം. ഈ മാങ്ങ, ചക്ക അതൊക്കെ പപ്പയ്ക്ക് വീക്ക്നെസ്സാണ്. അപ്പോൾ നമുക്കൊരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഒരു വലിയ സൈസിൽ പ്ലാവൊക്കെ നമ്മുടെ സാധാ രീതിയിൽ നടക്കുമ്പോൾ അത് സ്ഥലം പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഈ ബഡ് തൈകളോടാണ് പപ്പയ്ക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ഡ്രമ്മിലും അതുപോലെയൊക്കെ വാങ്ങിക്കാം. ഇവിടെ ചെത്തിയുടെ എത്ര കളക്ഷൻ ഉണ്ട്? ചെത്തി 4 ടൈപ്പ് ഉണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു നാടൻ ചെത്തി അതുണ്ട്. അത് ഇവിടുന്ന് പറിച്ചോണ്ട് പോക്കോളാൻ പറയും. നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഇതിൽ വരുന്നവർക്കെല്ലാം അങ്ങനെ കൊടുക്കാറുണ്ട്. അത് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് കുഴപ്പമില്ല. ഇതിന് ഇപ്പോൾ ഇതുപോലെ സ്ഥലമില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൃഷി ചെയ്യാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെടികളൊന്നും വെക്കാതിരിക്കുന്ന അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ വീട്ടിൻ്റെ സൈഡിലാണെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാന്നുള്ളത് ഒരു ശരീരത്തിന് മാനസികമായിട്ട് നല്ലൊരു ഉന്മേഷമാണ്. അത് എല്ലാവരും ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർക്കും ഒരേ അഭിപ്രായമല്ലേ. ഒരു വീട്ടിലെങ്ങനെയാണെങ്കിൽ 10 ചെടികളോളം അത്രയും നല്ലത്. അതൊരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. അതിൽ പൂ വേണമെന്നുള്ളതല്ല, പെർമനൻ്റായിട്ട് നിൽക്കുന്ന ചെടികളോടാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് 6 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏത് ചെടി വെച്ച് കഴിഞ്ഞാലും നല്ല ചെടി നോക്കി വാങ്ങിച്ചു വെക്കണം. അതിന് വളം ചെയ്യണതിൽ വെള്ളം ഒഴിക്കണതിൽ മോശപ്പെട്ട ചെടിയാണെങ്കിലും നല്ല ചെടിയാണെങ്കിലും നോക്കുന്നതിൽ ഒരു കുറവുമില്ല. അത് മിനിമം നല്ല ചട്ടിയിൽ വയ്ക്കുക, വലിയ ചട്ടിയിൽ വയ്ക്കുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഈ വീട് ഒരുക്കി, ഇത്രയും നല്ലൊരു പൂന്തോട്ടം ഇതിലെ പോകുന്ന എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുള്ള ജേക്കബ് ചേട്ടനും വിശേഷങ്ങൾ പങ്കുവെച്ച ലിൻഡയ്ക്കും നന്ദി. ആകാശവാണിക്ക് പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് നന്ദി പറയുന്നു. റോഡിലെ പൊടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജേക്കബ് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് ജേക്കബിന്റെ വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിലൂടെ കാടിനുള്ളിലെ ഒരു വീടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇവിടം മാറിക്കഴിഞ്ഞു. ചെടികളോടും ഫലവൃക്ഷങ്ങളോടുമുള്ള ജേക്കബിന്റെ ഈ ഇഷ്ടങ്ങൾക്ക് ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബം പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്.
ഇതാണ് കാലാമ്പൂരിലുള്ള ജേക്കബിന്റെ സ്വർഗരാജ്യം. വീട്ടുമുറ്റത്ത് വിവിധ ഇനം ചെടികളും ഫലവൃക്ഷങ്ങളും വളർത്തുന്ന മൂവാറ്റുപുഴ കാലാമ്പൂരിലുള്ള ജേക്കബ് പിയെയാണ് ശ്രോതാക്കളോട് ഇതുവരെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത്. കിസാൻ വാണിയിൽ അടുത്തതായി ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്പാടിമല സ്വദേശി വർഗീസിന്റെ കൃഷി വിശേഷങ്ങൾ. എല്ലാ സംസ്കാരവും ഉടലെടുത്തത് കൃഷിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ നേരിട്ട് പഠിച്ചെടുത്തതാണ് കൃഷി. ഏക്കർ കണക്കിന് കൃഷിസ്ഥലമില്ലെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ കൃഷി വിജയത്തിലെത്തിക്കാം എന്നതിന് ഒരു ഉദാഹരണമാണ് അമ്പാടിമല സ്വദേശി വർഗീസ്. 33 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും പടിയിറങ്ങിയ ഇദ്ദേഹം കുറച്ച് കൃഷിഭൂമി വാങ്ങി. വിവിധയിനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കവുങ്ങ്, ജാതി തുടങ്ങിയ നാണ്യവിളകൾ, ചേന, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ ഭൂഗർഭവിളകൾ എന്നിവയ്ക്കും പുറമെ കോഴി, വാത്ത എന്നിവയെയും വളർത്തുന്നു. കോളേജ് അധ്യാപികയായ ഭാര്യയും മക്കളും എല്ലാത്തിനും കൂടെയുണ്ട്. കൃഷി ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഏതു പ്രായത്തിലും നമുക്ക് കൃഷി ആരംഭിക്കാം. കേൾക്കാം അമ്പാടിമല സ്വദേശി വർഗീസിന്റെ കൃഷി അനുഭവങ്ങൾ. ഞാൻ ആയുർവേദ കോളേജിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന സ്റ്റോർ സൂപ്രണ്ടായി റിട്ടയർ ചെയ്തു. ഇത്രയും നാള് ഒരു സർക്കാർ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്ക് തിരിയാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം ഒന്ന് പറയൂ. ചെറുപ്പം മുതലേ കുറച്ച് സ്ഥലം സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്ഥലം വാങ്ങിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ പെൻഷൻ പറ്റിയപ്പോൾ ആ പണം കൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചത്. ഒരു 60 സെന്റ് സ്ഥലം വാങ്ങിച്ചു. കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് അതിന്റെ പിന്നിൽ. പുതിയതായി നമ്മൾ കൃഷിയിലേക്ക് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കൃഷിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടാണോ അതോ നമ്മൾ കൃഷി ചെയ്ത് ആ ഒരു ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ, എങ്ങനെയാണ് കൃഷി ഇപ്പോൾ ചെയ്തു പോരുന്നത്? ആദ്യം വളരെ ആവേശത്തിലാണ് കൃഷിയിലേക്ക് ചാടിയെങ്കിലും പിന്നീട് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കൃഷി ഭവൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ വളരെയധികം സഹായിച്ചു. തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഒരു കൃഷിസ്ഥലം. അവിടെ പ്രധാനമായും കർഷകര കൂടുതലുള്ള സ്ഥലമാണ്. പ്രാദേശിക കർഷകരുടെ സഹകരണം തേടി അവര് വളരെയധികം നമ്മളെ സഹായിച്ചു. അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ, ആദ്യം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കൂടുതൽ, പിന്നെ കവുങ്ങ്, ജാതി, തെങ്ങ്, അതിനുശേഷം ഇടവേളകളായിട്ട് അച്ചിങ്ങ, തണ്ണിമത്തൻ, അങ്ങനെ പലതരം കൃഷികൾ. പപ്പായ, റെഡ് ലേഡി പപ്പായ അതൊരു വലിയൊരു അനുഭവമായി. 10-60 റെഡ് ലേഡി പപ്പായ അത് നന്നായി ചെയ്തു. കൃഷി ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് ഇപ്പം എന്താ ചെയ്യണത്? പഴവർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ജാതി, കവുങ്ങ്. എന്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇവിടെ? വാഴയാണ്, ഞാലിപ്പൂവൻ വാഴയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഏത്തവാഴയായിരുന്നു ആദ്യം. പിന്നെ ഏത്തവാഴയേക്കാൾ കൂടുതൽ അസുഖങ്ങൾ കുറവ് ഞാലിപ്പൂവനാണെന്ന് പ്രായോഗിക അറിവിൽ കൂടിയും മനസ്സിലായതുകൊണ്ടും കർഷകർ പറഞ്ഞതുകൊണ്ടും ഇപ്പൊ ഞാലിപ്പൂവനാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വാഴ കൃഷിയിലേക്ക് വരുമ്പോൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാഴക്കണ്ണ് അത് എവിടെ നിന്നാണ് കൂടുതലായിട്ടും സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത്? വാഴക്കന്ന് പ്രധാനമായും ഈ കോലഞ്ചേരി ഭാഗത്ത് ഒരു കർഷകനുണ്ട്. അദ്ദേഹത്തിനോട് നമ്മൾ ആ സമയമാകുമ്പോൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹം അത് സംഘടിപ്പിച്ച് തരാറാണ് പതിവ്. നമ്മളൊരു പ്രാവശ്യം കൃഷി ചെയ്തിട്ട് നമ്മളുടെ തന്നെ വിത്ത് എടുത്തു വെച്ച് ആ ഒരു രീതി പിന്തുടരാറുണ്ടോ? അത് 1-2 പ്രാവശ്യം കഴിയുമ്പോൾ അതിൻ്റെ കരുത്ത് കുറയുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായതിനു ശേഷം ഞാൻ കന്ന് മാറ്റാറാണ് പതിവ്. ഇപ്പോൾ വാഴ കൃഷി ചെയ്യുമ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറുണ്ടോ? വലിയ കർഷകനല്ലെങ്കിൽ ഒരു 250 വാഴ കൃഷിയാണ് ചെയ്യുന്നത്. വിൽക്കാതെ, അതിന് വില കിട്ടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ എവിടെയാണ് വിപണി കണ്ടെത്താറുള്ളത്? വിപണി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ സ്റ്റോർ ചോറ്റാനിക്കരയുണ്ട്. പല കടകളിലും ചിലപ്പോൾ നമ്മുടെ ഒരു 10 കൊല അല്ലെങ്കിൽ 15 കൊല ഒരുമിച്ച് വെട്ടേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്കൊരു കടയെ മാത്രം ആശ്രയിച്ച് നമുക്ക് വിപണനം നടത്താൻ കഴിയില്ല. പിന്നെ കാക്കനാടൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം പ്രാദേശികമായ കടകളെ തന്നെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. വാഴ കൃഷിക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വളങ്ങൾ ചെയ്യാറുള്ളത്? വളങ്ങൾ ജൈവവളങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. പൊട്ടാഷ്, ഫാക്ടംബോസ്, യൂറിയ, ഈ 3 വളങ്ങളും കൂടി പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട്. പലതരം വളങ്ങൾ ഉപയോഗിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്.
ഒരുപാട് കവുങ്ങ് തൈകൾ നട്ടിട്ടുണ്ട്. ഇത് ഏതിനം കവുങ്ങ് തൈകളാണ് ഈ നട്ടിരിക്കുന്നത്? മോഹിത് നഗർ എന്ന് പറയുന്ന ഇനമാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അത് കാർഷിക സർവകലാശാലയുടെ ഒരു അധ്യാപകൻ, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു ഈ മോഹിത് നഗർ നല്ല ഇനമാണ്, അതൊരു സങ്കര ഇനം, ഈൽഡ് തരുന്ന ഒരു ഇനമാണ്. ഏകദേശം ഒരു 2.5-3 വർഷം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഫലമുണ്ടായി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ട് ഉള്ള ജലസേചനം, എങ്ങനെയാണ് ജലസേചന മാർഗം ലഭ്യമാക്കുന്നത്? കിണറിനെയാണ് ജലസേചനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പഴവർഗ്ഗ സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നാടൻ ഫ്രൂട്ട്സ്, മാവ്, പ്ലാവ്, കൊടംപുളി, പേര, സപ്പോട്ട, നമുക്കൊരു ആഗ്രഹം കടച്ചക്ക, അങ്ങനെ ഒരു 40-ൽ പരം ഫലവൃക്ഷങ്ങൾ ഉണ്ട്. നമ്മളുടെ മനസ്സിലെ സന്തോഷമാണ് ഇതിലേറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത്. മാവ്, പ്ലാവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ വിപണനം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക്? വിപണനത്തിന് വേണ്ടിയല്ല ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നത്. അത് ഒരു 2-3 ഇനങ്ങളായിട്ട് നമ്മളുടെ ആവശ്യത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനും അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. അത് ഫ്രൂട്ട്സ് ഒരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയില്ല, അതിനുള്ള ഒരു സ്ഥലവുമില്ല. പുതിയ തരം പഴവർഗ്ഗങ്ങളുണ്ടല്ലോ, റംബൂട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ആ രീതിയിലുള്ള കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടില്ലേ ഇതുവരെ? അതിന് മാത്രമുള്ള സ്ഥലം എനിക്കില്ല. എനിക്കൊരു 60 സെന്റിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതൊക്കെ 1-2 എണ്ണം വീതം നമുക്ക് അത് കാണാനും അതിനെ പരിചയപ്പെടാനും വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. റെഡ് ലേഡി പപ്പായ, അതിനെ പറ്റി പറഞ്ഞു. അപ്പം എവിടെ നിന്നാണ് ആ ഒരു വിത്ത് ആദ്യം എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? കോഴിക്കോട് എനിക്കിത് വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷക സുഹൃത്തുണ്ട്. അത് യൂട്യൂബിൽ കൂടി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹമാണ് ഇത് എനിക്ക് പരിചയപ്പെടുത്തി തരികയും വിത്ത് സംഘടിപ്പിച്ചു തരികയും അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്തത്. അപ്പോൾ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമ്മളുടെ മെഗാസ്റ്റാറായ മമ്മൂട്ടി ഇവിടെ വന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ആ ഒരു സംഭവത്തിനെ പറ്റി ഒന്ന് പറയാമോ? ഒരു കർഷകൻ എന്ന നിലയിൽ വളരെ ആവേശം തന്ന ഒരു സംഭവമായിരുന്നു അത്. ഒരു ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാനതല പരിപാടിയായിട്ടാണ് എൻ്റെ കൃഷിസ്ഥലം അതിന് തിരഞ്ഞെടുത്തത്. ബഹുമാനായ മന്ത്രി പ്രസാദ് അവറുകളും ഭരത് മമ്മൂട്ടിയും അനൂപ് ജേക്കബും ഉൾപ്പെടുന്ന ഒരു വലിയൊരു സദസ്സ്, ഭരത് മമ്മൂട്ടി അവിടെ ഒരു മാവ് നട്ടു. അതെന്നെ സംബന്ധിച്ചും ആ പ്രദേശവാസികളെ സംബന്ധിച്ചും വളരെ ആവേശകരമായ ഒരു സംഭവമായിരുന്നു. ചാരിതാർത്ഥ്യമായി പറയുകയാണ്, ഈ പ്രാവശ്യം അതിൽ മാങ്ങയുണ്ടായി. അതൊരു മാമ്പഴം മമ്മൂട്ടിക്ക് കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആഗ്രഹം. എന്തായാലും ആ ആഗ്രഹം നടക്കട്ടെ. ഒരു സമ്മിശ്ര കൃഷിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പഴവർഗ്ഗ സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നു, കോഴി, അതുപോലെ തന്നെ വാത്ത, ഗിനി എല്ലാം ഇവിടെ കാണാനുണ്ട്. ഇതിനെല്ലാത്തിനും സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വളരെ രസകരമാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഞാനൊരു റിട്ടയറായ ഒരാളാണ്. 33 വർഷം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ജോലി ചെയ്യുകയും സ്റ്റോർ സൂപ്രണ്ടായി റിട്ടയർ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. ഈ 33 വർഷവും 8 മണിക്ക് ജോലിക്ക് പോകുന്ന എനിക്ക്, 5 മണിക്ക് തിരിച്ചു വരുന്ന എനിക്ക്, ഏത് പെൻഷനർക്കും ഉണ്ടാകുന്ന, ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന പോലെ അസ്വസ്ഥതകളും ഇറിറ്റേഷനും എനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ കൃഷി സ്ഥലം വിഭാവന ചെയ്തത്. എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പെൻഷൻ പറ്റിയതിന് ശേഷം അവർ വളരെ പ്രശ്നക്കാരായിട്ട് മാറുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. വീട്ടിലെ ഓരോ കാര്യങ്ങൾക്ക് നിരന്തരം ഭാര്യയോട് കലഹിക്കുകയും ആവൃത്തിയില്ല, ഭക്ഷണത്തിൽ അതുപോരാ ഇതുപോരാ, മക്കളോട് കലഹിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കും സന്തോഷം, വീട്ടുകാർക്കും സന്തോഷം, ഒരു ഇറിറ്റേഷൻ മൈൻഡ് കുറയും. നമ്മളൊരു 5 മണി 6 മണിയൊക്കെ വരുമ്പോൾ വീട്ടിൽ വളരെ വലിയ സ്വീകരണം, നമുക്കും കുട്ടികളോടും പേരക്കുട്ടികളോടും വളരെ സന്തോഷം. ഞാൻ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഈ കൃഷി ഇങ്ങനെയുള്ള മേഖലയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അത് വളരെ വളരെ സന്തോഷകരമായൊരു സംഭവമാണ്. അപ്പോൾ ഞാനൊരു 8-8:30 ആകുമ്പോൾ അവിടെ എത്തുകയും ആദ്യം തന്നെ കോഴികൾ, വത്ത, ഇതിനൊക്കെയുള്ള ഭക്ഷണം ഇതാവുമ്പോൾ തന്നെ ഒരു 2 മണിക്കൂർ എനിക്ക് അത് പോയി കിട്ടും. ശാരീരികമായ ഒരു അവസ്ഥ തന്നെ എൻ്റെ മാറി. ഒരു 33 വർഷം സർക്കാർ സർവീസിൽ ഇരുന്ന് ജോലി ചെയ്ത ഒരു വ്യക്തി മാനസികമായി വളരെ ഒരു ഡിമ്മായിരിക്കുന്നൊരു മനുഷ്യനായിട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനൊരു വളരെ ഫ്രീ ആയി, ശാരീരികമായും മാനസികമായും വളരെ കരുത്തോടുകൂടി, ഒരു 60 വയസ്സ് ആയി എന്ന് തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നു, അപ്പം സഹായത്തിനായിട്ട് വേറെ ആരെങ്കിലും തൊഴിലാളികളെ വെച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്. അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹം എന്നെ വന്ന് സഹായിക്കും ആവശ്യമുള്ള സമയങ്ങളിൽ. അതാണ് അതിൻ്റെ രീതി. മുട്ടക്കോഴി വളർത്തലുണ്ട് എന്ന് പറഞ്ഞു.
അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാം. മുട്ട ഇടാറായ കോഴീനെയാണ് ഒരു 100 കോഴിയെ വാങ്ങിച്ചു. അതിന് തീറ്റ അഴിച്ചു വിടുന്ന ഒരു സാഹചര്യം ഞാൻ ചെയ്യുന്നില്ല. ഞാനൊരു ഷെഡ് പണിതിട്ടുണ്ട്. പാമ്പിൽ നിന്നും പട്ടിയിൽ നിന്നും കീരിയിൽ നിന്നൊക്കെ സംരക്ഷണമുള്ള ഒരു കൂടാണ്. അപ്പോൾ അതിനുള്ള തീറ്റകളും അതിനുള്ള ഇലവർഗ്ഗങ്ങളും ഞാൻ അരിഞ്ഞു കൊടുക്കും. പിന്നെ വാഴ ഉള്ളത് കൊണ്ട് അതിൻ്റെ പിണ്ടി, അതിൻ്റെ ഇലകള്, കൂമ്പ് ഇതൊക്കെ അരിഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. നമ്മൾ വളരെ വേറൊരു ലോകത്ത് 33 വർഷത്തെ ലോകം കഴിഞ്ഞ് വേറൊരു ലോകത്ത് എത്തി എന്നുള്ള ഒരു വലിയൊരു സന്തോഷം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ഈ ഒരു കൃഷി ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഇനി എന്തൊക്കെ വികസനങ്ങളാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത്? വികസനത്തിന് സ്ഥലപരിമിതി ഒരു ഘടകമാണ്. വാഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ചിങ്ങ, അങ്ങനെ മറ്റു ഇനങ്ങൾ ചെയ്യാന്നല്ല. അതിൽ ഇപ്പോൾ ഈ അടയ്ക്കയും ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്നിടത്ത് ഇനി വേറെ അതിലൊരു കൂടുതൽ നമുക്കതിൽ ചെയ്യാൻ കഴിയില്ല. വാഴയുടെ ശേഷം ഇടവിളകളിൽ നമ്മളിപ്പോൾ ചേനായുണ്ട്, ചാമ്പുണ്ട്, കാച്ചില്, എല്ലാ ഇനങ്ങളും ഉണ്ട്. അപ്പം നമ്മളിവിടെ സമ്മിശ്ര കൃഷി ചെയ്യുന്നു. പല പല തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ എന്താണ് പ്രധാന വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്? വെല്ലുവിളി ഇതിന്റെ സാമ്പത്തികം തന്നെയാണ്. ഞാൻ ഒരു പെൻഷനറാണ്. എൻ്റെ പണം വീട്ടിലേക്ക് വേണ്ട എന്നുള്ള ഒരു വലിയൊരു സഹായം എനിക്കുണ്ട്. അതുകൊണ്ട് പെൻഷന്റെ പൈസ മുഴുവൻ അതിൽ ചെലവായി പോകുന്നു എന്നുള്ള ഒരു സംഭവമാണ്. എങ്കിലും ഇതിനേക്കാൾ ഇരട്ടി നമുക്കൊരു ഊർജം കിട്ടുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു യൂറോപ്പ് ട്രിപ്പ് പോകണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് യൂറോപ്പ് ട്രിപ്പ് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് സങ്കടമേ അല്ല. കാരണം അതിൻ്റെ ഇരട്ടി എനിക്ക് സംതൃപ്തി ഈ കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ കൃഷി ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? ഉപദേശം കൊടുക്കാനുള്ള ഒരു പാഠവും എനിക്കില്ല. അധികം മോഹിച്ച് ഈ ഫീൽഡിലേക്ക് വരരുത്. നമുക്ക് ആരോഗ്യവും മനസ്സിന് സന്തോഷവും മാനസിക ഉല്ലാസവും ഇതിൽ നിന്ന് കിട്ടുക. പിന്നെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ. എൻ്റെ ഭാര്യ കോളേജിൽ ഒരു അധ്യാപികയാണ്. അവരുടെ പിന്തുണ, അവർ ശനിയും ഞായറും എന്നെ വന്ന് സഹായിക്കും. അവരൊരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഉപദേശങ്ങളും, ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ട്, ഞങ്ങൾ മിക്കവാറും ചിലപ്പോൾ ശനി ഞായറും അവിടെ താമസിക്കും. അതിൽ നിന്നൊക്കെ കിട്ടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂറോപ്പിൽ പോകുന്നതിനേക്കാൾ കൂടുതലൊരു മാനസിക ഉല്ലാസം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. കൃഷിയെ ഇത്രയും സ്നേഹിക്കുന്ന താങ്കൾക്ക് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഒരു മാതൃകയാവട്ടെ ഈ ഒരു ശ്രമം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്പാടിമല സ്വദേശി വർഗീസിന്റെ കൃഷി വിശേഷങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ജയ് ജോയ്, നീതു NT. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-180-1551. ഇത് ആരുടെ നമ്പർ ആയേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ? തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം? 10 മാറ്റു സത്യം. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-180-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.